ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന പ്രചാരണ വാക്യവുമായി രംഗത്ത് വന്ന മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറയുന്നു, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമേ ആയിരുന്നില്ല. എന്തൊരു തൊലിക്കട്ടി, കാണ്ടാമൃഗം തോറ്റു. ഇവിടെ ബിജെപിക്കെതിരായി കോൺഗ്രസിന് അനുകൂലമായി വോട്ട് പോയി എന്ന്. അപ്പോ ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്നുള്ള അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം, ഇടതുപക്ഷത്തിന്റെ മുദ്രാവാക്യം വൃഥാവിലായി. വസ്തുതാപരമായ കാര്യങ്ങൾ പറയുന്നവരെല്ലാം വിവരദോഷി എന്ന് വിളിക്കുന്ന മറ്റൊരു വിവരദോഷിയായി മുഖ്യമന്ത്രി മാറുന്നു എന്നാണ് ഇന്നത്തെ നിയമസഭയിലെ പ്രസംഗത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് ഇടതുപക്ഷത്തെ സഹയാത്രികർക്ക് പോലും മനസ്സിലായിട്ടുണ്ടാവില്ല. എന്താ പറഞ്ഞേ? CPM-ന് ഒരു പരാജയവുമില്ല, ഇവിടെ എല്ലാം ഭദ്രമാണ്, ഞങ്ങളുടെ ജനക്ഷേമ പദ്ധതികളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എന്നാ പിന്നെ പേടിക്കണ്ട, ഞങ്ങൾക്കാരെയും പേടിക്കേണ്ടതില്ല, നിങ്ങളൊന്ന് സൂക്ഷിച്ചോണം. ആരാ? UDF ഒന്ന് സൂക്ഷിച്ചോണം. ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ അയാൾ. എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. കേരളത്തിൽ 20 സീറ്റിൽ 18 സീറ്റിലും വിജയിച്ച UDF, ദൌർഭാഗ്യവശാൽ തൃശൂരിൽ പരാജയപ്പെട്ട UDF, ഒരു കയ്യബദ്ധം നാറ്റുകരുത്, ആലത്തൂരിൽ പരാജയപ്പെട്ട UDF, അതുപോലെ തന്നെ ആലത്തൂരിൽ ഒരു സീറ്റിൽ ജയിച്ച LDF ഞങ്ങളോട് പറയുകയാണ്, നിങ്ങളൊന്ന് സൂക്ഷിച്ചോണം. എന്റെ അറിവില്ലായ്മ കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. ഈ തൊലിക്കട്ടി മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞാൽ പിന്നെ കാണ്ടാമൃഗത്തിന് മാത്രമേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് CPM-നുണ്ടായ തിരിച്ചടിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമാണ് എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വിലയിരുത്തുമ്പോ എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാത്രം അത് മനസ്സിലാകുന്നില്ല. CPI-യോടും CPM-ന്റെ മറ്റ് നേതാക്കളോടും പറഞ്ഞിരിക്കുകയാണ്, എന്റെ പഴയ നക്സലൈറ്റ് സ്വഭാവം നേടിപ്പിക്കരുത്. ഞാൻ വെറും എടങ്ങേറ് പേഴ്സണാ. എന്നെ മാറ്റിയിട്ടൊന്നും പോകാനൊന്നും നീയൊന്നും ധരിക്കണ്ട. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. ഞാൻ ഇവിടെ തന്നെ കാണും. ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ അന്തിമ വാക്ക്. തനിക്കൊരു വിചാരമുണ്ട്, താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്, താ ഒരു പുല്ലുമല്ല. ഞാൻ ഇവിടുത്തെ രാജാവാണ്, ഞാൻ ഏകാധിപതിയാണ്, ഞാൻ പറയുന്നത് ഇവിടെ നടക്കൂ എന്ന് പറയുന്നു. മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ.